ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഡ്രെയിനേജ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല തരത്തിലുള്ള ഡ്രെയിനേജസ് കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ എന്താ പറയാ, നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാനലായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് റിവേഴ്സ് എങ്ങനെയാണ് ഡ്രെയിനേജ് നടന്നിട്ട്, അല്ലെങ്കിൽ റിവറുകള് ഡ്രെയിനേജ് നടന്നിട്ട് അവസാനം എവിടെ എത്തണം? സീകളിലെത്തും അല്ലെ, കടലുകളിലേക്ക് എത്തും. പുഴകള് കടലുകളിലേക്ക് ഒരുപാട് പുഴകൾ ചേർന്നിട്ട് ലാസ്റ്റ് ബേ ഓഫ് ബംഗാളിലേക്കോ അല്ലെങ്കിൽ അറേബ്യൻ സീയിലേക്കൊക്കെ എന്ത് ചെയ്യും? ഒഴുകും. അപ്പം ആ ഒരു പാറ്റേൺ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഓരോ റിവറും എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഏതൊക്കെ വഴികളിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ദ ടേം ഡ്രെയിനേജ് ഡിസ്ക്രൈബ്സ് ദ റിവർ സിസ്റ്റം ഓഫ് എൻ ഏരിയ. അപ്പം ഡ്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള റിവർ സിസ്റ്റം, റിവറുകളുടെ ഒരു സിസ്റ്റം അല്ലെ, കുറെ റിവറുകൾ ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു ഏരിയയിലുള്ള റിവറുകളുടെ ഒരു സിസ്റ്റത്തെയാണ് ഇവിടെ ഡ്രെയിനേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്മോൾ സ്ട്രീംസ് ഫ്ലോയിങ് ഫ്രം ഡിഫറെന്റ് ഡയറക്ഷൻസ് കം ടുഗെദർ ടു ഫോം ദ മെയിൻ റിവർ. ഓക്കെ, അപ്പം കുറച്ച് കുഞ്ഞി സ്ട്രീമുകളായിട്ട് വരുന്ന വാട്ടറിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും അല്ലെ. കുറച്ച് എന്താ അരുവികളൊക്കെ ആയിട്ട് കുറച്ച് സ്ട്രീം ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു റിവർ ആയിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും? കുറെ റിവറുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൂടി ചേർന്നിട്ട് വലിയ റിവേഴ്സ് ആയിട്ട് മാറിയിട്ട് ലാസ്റ്റ് പോയിട്ട് കടലിലേക്ക് പോകും അല്ലെ. ഇങ്ങനെയാണ് പുഴകള് ഒഴുകുന്നത്. സോ സ്മോൾ സ്ട്രീംസ് ഫ്ലോയിങ് ഫ്രം ഡിഫറെന്റ് ഡയറക്ഷൻസ് come together to form the main river, which ultimately drain into a large water body such as a lake or an ocean. അപ്പം കുഞ്ഞി സ്ട്രീംസുകൾ ചേർന്നിട്ട് ചെറിയ റിവർ ആയിട്ട് മാറും. എന്നിട്ട് കുറച്ച് കുഞ്ഞി റിവറുകൾ ചേർന്നിട്ട് വലിയ റിവർ ആയിട്ട് മാറും. എന്നിട്ട് ഈ ലാസ്റ്റ് ഈ റിവറുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഓഷ്യനിലേക്കോ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്തിട്ട് അങ്ങനെ പോലെ. സോ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ഓക്കെ, ദ ഏരിയ ഡ്രെയിൻഡ് ബൈ സിംഗിൾ റിവർ സിസ്റ്റം ഇസ് കോൾഡ് എ ഡ്രെയിനേജ് ബേസിൻ. അപ്പം ഒരു സിംഗിൾ റിവർ സിസ്റ്റം, ഒരു സിംഗിൾ റിവർ സിസ്റ്റം ഏതൊക്കെ വഴിയിലൂടെയാണ്, ഏതൊക്കെ ഏരിയയിലൂടെയാണെങ്കിൽ ഏതൊക്കെ ഏരിയകളാണ് കവർ ചെയ്യുന്നത്, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് ഡ്രെയിനേജ് ബേസിൻ. മനസ്സിലായോ? ഒരു റിവറിന്റെ പാത്വേ, ഒരു റിവർ ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നത്, ആ ഒരു കാര്യം പഠിക്കുന്നതാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രെയിനേജ് പാത്വേ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് ഡ്രെയിനേജ് എന്നാ പഠിച്ചത്. എന്താ ഇവിടുത്തെ ഡ്രെയിനേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഡ്രെയിനേജ് ഡിസ്ക്രൈബ്സ് ദ റിവർ സിസ്റ്റം ഓഫ് എൻ ഏരിയ. ഒരു ഏരിയയിലുള്ള റിവർ സിസ്റ്റം ആണ് ഡ്രെയിനേജ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Small streams flowing from different directions come together to form the main river, which ultimately drain into a large water body such as lake or an ocean. Area drained by a single river system is called a drainage basin. അപ്പം ഒരുപാട് ഡ്രെയിനേജ് ബേസിൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, എനി എലിവേറ്റഡ് ഏരിയ. ഇനി നമ്മൾ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്ന ടേം എന്താണെന്നാ നോക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി എലിവേറ്റഡ് ഏരിയ സച്ച് ആസ് എ മൗണ്ടെയിൻ ഓർ എൻ അപ്ലാൻഡ്. ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള പോർഷൻ, ചിലപ്പോൾ ഒരു മൗണ്ടെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അപ്ലാൻഡ് ആയിരിക്കാം, കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള പോർഷൻ എവിടെ കാണണം? സെപ്പറേറ്റ്സ് ടു ഡ്രെയിനേജ് ബേസിൻസ്. രണ്ട് ഡ്രെയിനേജ് ബേസിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഉയർന്ന പ്രദേശം. ഓക്കെ, രണ്ട് ഡ്രെയിനേജ് ബേസിൻസ് ഉണ്ടാവും, അതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഉയർന്ന പ്രദേശം. അതിനെയാണ്, അങ്ങനത്തെ ഒരു അപ്ലാന്റിനെയാണ് നമ്മൾ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. രണ്ട് ഡ്രെയിനേജ് ബേസിൻസ് ഉണ്ട്. ഈ രണ്ട് ഡ്രെയിനേജ് ബേസിൻസ് ഇടയിൽ കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു പ്രദേശം, ഒരു അപ്ലാൻഡ് ഏരിയ, അത് ചിലപ്പം ഒരു മൗണ്ടെയിനോ അല്ലെങ്കിൽ എന്താ കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അത് രണ്ട് ഡ്രെയിനേജ് ബേസിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ പോർഷനെ പറയുന്ന പേരാണ് വാട്ടർ ഡിവൈഡ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു വാട്ടർ ഡിവൈഡിന്റെ ഒരു ഇമേജ് ആണ്. ഇവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. സ്ട്രീം എ എന്ന് പറയുന്ന ഒരു ഡ്രെയിനേജ് സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇവിടെ സ്ട്രീം ബി എന്ന് പറഞ്ഞിട്ട് വേറെ നീല കളറില് വേറൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പം ഈ രണ്ട് ഡ്രെയിനേജ് സിസ്റ്റത്തിനെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഉയർന്ന പ്രദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഓക്കെ, ഇത് ഇവിടുന്ന് ഇങ്ങനെ കുഴിഞ്ഞിട്ട് ഈ ഭാഗം കുറച്ച് ഉയർന്നിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ഇങ്ങനെ ഉയർന്നിട്ടുള്ള ഈ പോർഷനെയാണ് നമ്മൾ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ടർ ഡിവൈഡ് എന്താന്ന് മനസ്സിലായോ? ഒന്നുമില്ല, രണ്ട് സ്ട്രീം അല്ലെ, രണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവും. ആ രണ്ട് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ഇടയിലുള്ള കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൗണ്ടെയിൻ പോലെ കുറച്ച് അപ്ലാൻഡഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക മക്കളെ? വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാം. സോ ഡ്രെയിനേജ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, the drainage system of India are mainly controlled by the broad relief features of the subcontinent. Accordingly, the Indian rivers are divided into two major groups. നമ്മൾ ഇന്ത്യയിലുള്ള റിവേഴ്സിന് നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി, രണ്ട് തരത്തിലുള്ള റിവേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള റിവേഴ്സ് സിസ്റ്റം, രണ്ട് തരത്തിലുള്ള റിവേഴ്സ് ആണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റുക. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് പെനിൻസുലാർ റിവേഴ്സ് ആണ്. അപ്പം രണ്ട് തരത്തിലുള്ള പുഴകൾ, രണ്ട് തരത്തിലുള്ള റിവറുകൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സ് ആണ്. രണ്ടാമത്തേത് ഏതാ മക്കളെ? പെനിൻസുലാർ റിവേഴ്സ്. അപ്പം ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. ഓക്കെ, apart from originating from the two major physiographic regions of India, the Himalayan and Peninsular rivers are different from each other in many ways. അപ്പം ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അതിന്റെ ഒറിജിനിൽ തന്നെയും വ്യത്യാസമുണ്ട്. വേറെ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഈ ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും തമ്മിൽ ഉള്ളത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള റിവേഴ്സ് ആണ് ഇന്ത്യയിൽ കാണുന്നത്. ഏതൊക്കെ ടൈപ്പ് റിവേഴ്സ് ആണ്? ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റിവേഴ്സ് ആർ പെരിനിയൽ. എന്താ മക്കളെ പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പെരിനിയൽ അതായത് ഹിമാലയൻ റിവേഴ്സ്, ഇന്ത്യയിൽ കാണുന്ന ഹിമാലയൻ റിവേഴ്സിൽ മിക്കതും പെരിനിയൽ ആണ്. ഓക്കെ, പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ് മീൻസ് that they have water throughout the year. അപ്പം ഹിമാലയൻ റിവേഴ്സിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഹിമാലയൻ റിവേഴ്സിന്റെ പ്രത്യേകത എന്താ? ആ ഹിമാലയൻ റിവേഴ്സിന് എല്ലാ വർഷത്തിൽ എല്ലാ സമയത്തും ആ റിവറിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അങ്ങനത്തെ റിവർ വർഷത്തിൽ ഇപ്പം നല്ലൊരു വരൾച്ച അല്ലെ നല്ലൊരു വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ പോലും ഈ ഹിമാലയൻ റിവേഴ്സിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ഫീച്ചർ ആർക്കുണ്ട്? ഹിമാലയൻ റിവേഴ്സ് ഉണ്ട്. ആ ഫീച്ചറിനെ പറയുന്ന പേരാണ് എന്താ? പെരിനിയൽ റിവേഴ്സ് അല്ലെ. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റിവേഴ്സും എന്താണ്? പെരിനിയൽ റിവേഴ്സ് ആണ്. എല്ലാ ഹിമാലയൻ റിവേഴ്സും എന്ന് പറയുന്നില്ല, മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റിവേഴ്സ് എന്താണ്? പെരിനിയൽ റിവേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ദീസ് റിവേഴ്സ് റിസീവ് വാട്ടർ ഫ്രം റെയിൻ as well as from melted snow from the lofty mountains. അപ്പം നമുക്കൊക്കെ വെള്ളം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിണറുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, കിണറിൽ വെള്ളം വേണം, എന്ത് വേണം? നന്നായിട്ട് മഴ പെയ്യണം അല്ലെ. ഇവിടെ മഴ വെള്ളം തന്നെ വേണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞു ഈ റിവേഴ്സിലുള്ള വെള്ളം എന്താണ്? പെരിനിയലാണ്, എപ്പോഴും ഉണ്ടാവും അല്ലെ, വർഷത്തിൽ ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവും. അപ്പം അവര് മഴയെ മാത്രമല്ല വെള്ളത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേറെ എന്താ ഉള്ളത്? മെൽറ്റഡ് സ്നോ ഉണ്ട് അല്ലെ, ലോഫ്റ്റി മൗണ്ടെയിൻസിൽ നിന്നും മഞ്ഞ് ഉരുകിയിട്ടുള്ള വെള്ളം അല്ലെ, സ്നോ ഉരുകുന്ന ആ ഒരു മെൽറ്റഡ് സ്നോ കാരണമുള്ള വെള്ളവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് മോസ്റ്റ് ഓഫ് ദ ഹിമാലയൻ റിവേഴ്സ് എന്താണ് മക്കളെ? പെരിനിയൽ റിവേഴ്സ് ആണ്. എപ്പോഴും എന്തുണ്ടാവും? വെള്ളം അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, the two major Himalayan rivers, the Indus and the Brahmaputra, originate from the north of the mountain ranges. അപ്പം രണ്ട് പ്രധാനപ്പെട്ട ഹിമാലയൻ റിവേഴ്സിന്റെ പേരാ നമ്മൾ കണ്ടത്. ഏതാ മക്കളെ? ഇൻഡസ് റിവറും ആൻഡ് ബ്രഹ്മപുത്ര. കേട്ടിട്ടുണ്ടോ ഈ രണ്ട് പേരും? ഇൻഡസ് ആൻഡ്
ബ്രഹ്മപുത്ര. ഈ രണ്ട് ഇൻഡസും ബ്രഹ്മപുത്രയും രണ്ട് പ്രധാനപ്പെട്ട റിവേഴ്സ് ആണ്, ഹിമാലയൻ റിവേഴ്സ് ആണ്, പെനിൻസുലാർ അല്ല കേട്ടോ. ഹിമാലയൻ റിവേഴ്സിൽ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് ഇൻഡസും ബ്രഹ്മപുത്രയും. ഈ ഇൻഡസും ബ്രഹ്മപുത്രയും ഒറിജിനേറ്റ് ഫ്രം ദി നോർത്ത് ഓഫ് ദി മൗണ്ടൻ റേഞ്ചസ്. They have cut through the mountains making gorges. അപ്പം അവര് വരുന്ന സമയത്ത് അവർക്ക് മൗണ്ടെയിൻസിൽ കട്ട്സ് ഫോം ചെയ്തിട്ട് അവർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ജോർജസ് ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ റിവേഴ്സാ? ഇൻഡസ് ആൻഡ് ബ്രഹ്മപുത്ര റിവേഴ്സ്. ഒരുപാട് റിവേഴ്സിന്റെ പേര് പഠിക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ആവുന്നതെന്ന് പഠിക്കാനുണ്ട്. അപ്പം എവിടെ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്, എവിടെ വെച്ചിട്ടാണ് പുതിയൊരു റിവറുമായിട്ട് കൂടിച്ചേരുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പേരുകൾ പഠിക്കാൻ ചിലപ്പം കുറച്ച് ഡിഫിക്കൽട്ടീസ് അല്ലെ, സ്ഥലത്തിന്റെ പേരിലെ എവിടെ നിന്നാണ്, കറാച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം എവിടെയാണ് ഇത് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ത്യയുടെ ഒരു മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ആ മാപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പം ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനനുസരിച്ച് മാപ്പിൽ ഇങ്ങോട്ടേക്കാണ് ആ റിവർ ഫ്ലോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ മാപ്പിൽ കറക്റ്റ് ആയിട്ട് റിവറിന്റെ പാത്ത് വേ അല്ലെ, റിവർ ഏത് വഴിയാണ് പോകുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ചെയ്യേണ്ടതാണ്. ആ ലൈൻ ബൈ ലൈൻ പോയിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ട്, ആ മാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് വഴിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പഠിക്കണം. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മാപ്പ് പാടാണെന്ന് പൊതുവെ മക്കൾ പറയുന്നതിന്റെ കാരണം അതാണ്, അവര് മാപ്പിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അവര് ചുമ്മാ ഇങ്ങനെ കുറേ വായിച്ചു പോവാന്നല്ലാതെ അവർ മാപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഒരു മാപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാത്വേ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻഡസും ബ്രഹ്മപുത്രയും ഉണ്ട്. ഈ ഇൻഡസും ബ്രഹ്മപുത്രയും അത് കട്ട് ത്രൂ ദ മൗണ്ടെയിൻസ് ഉണ്ടാക്കിയിട്ട് ജോർജസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോർജസ് ഫോം ചെയ്യുന്നുണ്ട്. The Himalayan rivers have long courses from their source to the sea. അപ്പം ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്ന ഉണ്ടാവുന്ന അല്ലെ സോഴ്സിൽ നിന്നും അതിന്റെ സീ വരെയുള്ള ആ ഒരു ട്രാവൽ ഇല്ലേ, പുഴകൾ ഇങ്ങനെ ഒഴുകി 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 പോകുന്ന ഒരു പാത്ത് ഉണ്ട് അല്ലെ, ആ പാത്ത് ഹിമാലയൻ റിവേഴ്സിന് ഭയങ്കര ലോങ് ആണ്, കുറേ ദൂരം പോകണം ഹിമാലയൻ റിവേഴ്സിന്. ഓക്കെ, they perform intensive erosional activity in their upper courses and carry huge loads of silt and sand. അപ്പം പുഴ ഒഴുകുന്ന സ്ഥലത്തൊക്കെ വഴി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, ഇറോഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. പുഴ ഒഴുകുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നല്ല വെള്ളത്തിന്റെ ഒഴുക്കുള്ള സ്ഥലത്ത് കൂടെ കുറച്ച് മണലൊക്കെ ഇങ്ങനെ ഫോം ചെയ്ത് കുറച്ച് മണലൊക്കെ സിൽട്ട് പാർട്ടിക്കിളും സാൻഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ തന്നെ വാട്ടറിന്റെ കൂടെ തന്നെ മൂവ് ചെയ്ത് പോകും. അങ്ങനെയല്ലേ കുറേ കാലം ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സമയത്താണല്ലേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഒക്കെ ആ ഒരു സാൻഡിനൊക്കെ കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യാണ്. കുറേ സാൻഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ ഇങ്ങനെ പോയി ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ മേലെ ഹിമാലയൻ റീജിയനിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ദേ പെർഫോം ഇന്റൻസീവ് എറോഷണൽ ആക്ടിവിറ്റി. റിവർ എന്ത് ചെയ്യുന്നുണ്ട്? ദേ പെർഫോം ഇന്റൻഷണൽ ഇറോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അവര് ഹ്യൂജ് ലോഡ്സ് ഓഫ് സിൽറ്റ് ആൻഡ് സാൻഡ് കൊണ്ടുവരുന്നുണ്ട്. In the middle and the lower courses, these rivers form meanders. അപ്പം താഴെ ഹൈ പൊസിഷനിലുള്ള ആ ഒരു ഡ്രെയിനേജിലാണ് എന്ത് സംഭവിക്കുന്നത്, സിൽട്ടും സാൻഡൊക്കെ കൊണ്ടുവരുന്നത്. ആൻഡ് താഴെ ഭാഗത്ത്, അതായത് മിഡിൽ ആൻഡ് ലോ റീജിയൻസിലാണെന്നുണ്ടെങ്കിൽ ഈ റിവർ എന്താ ചെയ്യുന്നത് മക്കളെ? മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യുന്നുണ്ട്, ആൻഡ് മെനി അതർ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ്. പല സാധനങ്ങള് ഇൻ ദിയർ ഫ്ലഡ് പെയിൻസ് ദേ ഹാവ് വെൽ ഡെവലപ്ഡ് ഡെൽറ്റാസ്. അപ്പൊ എന്താ ചെയ്യുക, റിവേഴ്സ് എന്താ ചെയ്യുക, മേലേന്ന് ഇങ്ങനെ ഒഴുകി താഴേക്ക് വരും അല്ലെ. താഴേക്ക് വരുന്ന സമയത്ത് കുറെ സിൽട്ടും സാൻഡൊക്കെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും, താഴെ ഒരു സ്ഥലത്തേക്ക് ഇത് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ന്യൂട്രിയൻസ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും അല്ലെ, ഒഴുകുന്നതിനൊപ്പം ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ കൂടെ വരുന്നുണ്ടാവും. ഒഴുകി താഴെ എത്തുന്ന സമയത്ത് ഇതൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക ആണ് ചെയ്യുക അല്ലെ. അങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്
എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്? മിയാൻഡേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്, ഓക്സ്ബോ ലേക്സ് ആൻഡ് മെനി അതർ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ഇൻ ദിയർ ഫ്ലഡ് പ്ലെയിൻസ്. They have well developed deltas. അപ്പം ഹിമാലയൻ റിവേഴ്സിന് എന്തുണ്ട്? നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെൽറ്റ പ്രദേശങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് ഹിമാലയൻ റിവേഴ്സിനെ പറ്റി പറയുന്നത്. A large number of peninsular rivers are seasonal. അപ്പം ഹിമാലയൻ റിവേഴ്സ് പെരിനിയൽ ആയിരുന്നു. പെനിൻസുലാർ റിവേഴ്സ് എന്താണ്? സീസണൽ ആണ്. അപ്പം ഹിമാലയൻ പെരിനിയൽ, പെനിൻസുലാർ സീസണൽ. പി വെച്ചിട്ട് കണക്ട് ചെയ്യരുത്, പി അല്ലാന്ന് നിങ്ങൾ ആക്കണം. അപ്പം പെനിൻസുലാർ റിവേഴ്സ് എന്താണ്? സീസണൽ ആണ്. അതെന്താ സീസണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നല്ല വെള്ളമുള്ള സമയമുണ്ട്, വെള്ളം ഇല്ലാത്ത സമയമുണ്ട്. സീസണൽ ആയിട്ടുള്ള റെയിനൊക്കെ കിട്ടുന്ന സമയത്ത് മാത്രം വെള്ളം ഉണ്ടാവും. മറ്റേത് എങ്ങനെയായിരുന്നു? റെയിൻ ഇല്ലാന്നുണ്ടെങ്കിലും എന്തുണ്ട്? മഞ്ഞ് ഉരുകിയിട്ടുള്ള വെള്ളമൊക്കെ ആയിട്ട് എപ്പോഴും എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റിവേഴ്സ് എന്തായിരുന്നു? പെരിനിയൽ ആയിരുന്നു അല്ലെ? നമ്മുടെ ഈ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് സീസണൽ ആണ്. ആസ് ദിയർ ഫ്ലോ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ റെയിൻഫോൾ. മഴ ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവും, ഒഴുക്കുണ്ടാവും. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളവുമില്ല, ഒഴുക്കുമില്ല അല്ലെ? അങ്ങനത്തെയാണ് കുറെ പെനിൻസുലാർ റിവേഴ്സും ആ ഒരു കാറ്റഗറിയാണ്. During the dry season, even the large rivers have reduced flow of water in their channels. അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള അല്ലെ, നല്ല ഹോട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ നല്ല ഡ്രൈ വരണ്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ കുറേ വെള്ളമുള്ള പെനിൻസുലാർ റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, വലിയ 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 പെനിൻസുലാർ റിവേഴ്സ് ആയിരിക്കും. പക്ഷെ അതുപോലും എന്തായി പോകും? ചെറുതായിട്ട് നാരോ ആയിട്ട് മാറാറുണ്ട്. The peninsular rivers have shorter and shallower courses as compared to their stream flow in different Himalayan counterparts. However, some of them originate in the central highlands and flow towards the west. Most of the rivers of peninsular India originate in the western Ghats and flow towards the Bay of Bengal. അപ്പം ഇന്ത്യയിലുള്ള പെനിൻസുലാർ റിവേഴ്സ് മിക്കവാറും ഈ വെസ്റ്റ് ഗട്ട്സിൽ അല്ലെ, വെസ്റ്റേൺ ഗട്ട്സിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് പോയിട്ട് ബേ ഓഫ് ബംഗാൾ അല്ലെ, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി പെനിൻസുലാർ റിവേഴ്സ്. അപ്പം ഹിമാലയൻ റിവേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഓക്കെ, സോ ഇതാണ് ഒരു റിവറിന്റെ ഒരു കോഴ്സ് ആണ് ഈ ഇമേജ് കാണിച്ചിട്ടുള്ളത്. സോഴ്സ് ഓഫ് റിവർ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് അപ്പർ കോഴ്സ് ആണ്. ഈ അപ്പർ കോഴ്സിൽ എന്താ സംഭവിക്കുന്നത്? കുറെ സിൽട്ടും സാൻഡൊക്കെ വരുന്നുണ്ട് അല്ലെ. ഇന്റർ കോഴ്സ് മിഡിൽ കോഴ്സിൽ എന്താ വരുന്നത്? മിഡിൽ കോഴ്സിൽ വന്നിട്ട് ഓക്സ്ബോ ലേക്ക് ഒക്കെ താഴെ ഫോം ചെയ്യുന്നുണ്ട്. ലോവർ കോഴ്സ് നിങ്ങൾ കാണുന്നുണ്ട്, ഏറ്റവും താഴെ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മിയാൻഡർ ഫോം ചെയ്ത് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇത് മിഡിൽ കോഴ്സിലും ലോവർ കോഴ്സസിലൊക്കെയാണ് ഇതൊക്കെ ഫോം ചെയ്യുന്നത് അല്ലെ. ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്, മിയാൻഡർ ഫോം ചെയ്യുന്നുണ്ട്, ഓക്സ്ബോ ലേക്സ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ മിഡിൽ ആൻഡ് ലോവർ കോഴ്സിലാണ്. അപ്പർ കോഴ്സിൽ എന്താണ് സംഭവിക്കുന്നത്? കുറെ സാൻഡ് ആൻഡ് സിൽട്ട് പാർട്ടിക്കിൾ കൂടെ വരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡ്രെയിനേജ് പാറ്റേൺസ്. എന്തൊക്കെ പാറ്റേണിലാണ് ഡ്രെയിനേജസ് സംഭവിക്കുന്നത്? ഓക്കെ, the streams within a drainage basin form certain patterns depending on the slope of the land. അപ്പം ഈ നദികള് ഏതൊക്കെ പാറ്റേണിലാണ് ഫ്ലോ ചെയ്യുന്നത്? ചെയ്യുന്നതെന്നാ നോക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേണിന്റെ ബേസിസിൽ എന്തിന്റെയൊക്കെ ബേസിസിലാണ് പാറ്റേൺസ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിന്റെ സ്ലോപ്പ് അല്ലെ, ഡിപ്പെൻഡിങ് ഓൺ ദി സ്ലോപ്പ്. പിന്നെയോ ഡിപ്പെൻഡിങ് ഓൺ ദി സ്ലോപ്പ് ഓഫ് ലാൻഡ്, അണ്ടർലൈങ് റോക്ക് സ്ട്രക്ചർ, അതിന്റെ അടിഭാഗത്തുള്ള റോക്കിന്റെ സ്ട്രക്ചർ, അണ്ടർലൈങ് റോക്ക് സ്ട്രക്ചർ, ആസ് വെൽ ആസ് ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ദി ഏരിയ. ആ ഏരിയയിലുള്ള ക്ലൈമറ്റ്, ആ റിവർ ഫ്ലോ ചെയ്യുന്ന ഏരിയയിലുള്ള ക്ലൈമറ്റ്. അപ്പം എന്തിന്റെയൊക്കെ ബേസിസിലാണ് ഇതിന്റെ പാറ്റേൺ ഫോം ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അണ്ടർലൈങ് റോക്ക് ആണ് അല്ലെ, അണ്ടർലൈങ് റോക്ക്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലൈമറ്റ്. അപ്പം ഈ മൂന്ന് കാര്യത്തിന്റെ ബേസിസിലാണ് ഈ റിവേഴ്സ് എന്ത് ഫോം ചെയ്യുന്നത് മക്കളെ? പാറ്റേൺസ് ഫോം ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പം എന്തൊക്കെ പാറ്റേൺസ് ആണ് ഫോം ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റിക് ഫസ്റ്റ് പാറ്റേൺ ആണ് ഡെൻഡ്രൈറ്റിക്. രണ്ടാമത്തെ ആണ് ട്രെല്ലീസ്
ഓക്കെ, ട്രെല്ലീസ്. അപ്പം ഡെൻഡ്രൈറ്റിക്, ട്രെല്ലീസ്, മൂന്നാമത്തതാണ് റെക്ടാങ്കുലാർ ആൻഡ് നാലാമത്തതാണ് റേഡിയൽ പാറ്റേൺസ്. അപ്പം 4 തരത്തിലുള്ള പാറ്റേൺസ് റിവർ ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പാറ്റേൺ ആണ്? ഡെൻഡ്രൈറ്റിക് ഉണ്ട്, ട്രെല്ലീസ് ഉണ്ട്, റെക്ടാങ്കുലാർ ആൻഡ് റേഡിയൽ പാറ്റേൺസ്. ഈ 4 തരത്തിലുള്ള പാറ്റേൺസ് ആണ് റിവർ ഫോം ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഡെൻഡ്രൈറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ര കട്ടി വാക്കായിട്ടൊന്നല്ല. നിങ്ങൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ന്യൂറോൺസിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡെൻഡ്രൈറ്റ്സ് കാണാൻ പറ്റും അല്ലെ. ഈ ഡെൻഡ്രൈറ്റ്സ് ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ സെൽ ബോഡീന്റെ അവിടെ ഡെൻഡ്രൈറ്റ്സ് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറെ ബ്രാഞ്ചസ് ഇങ്ങനെ ഫോം ചെയ്യുക. അതിനെയാണ് ഡെൻഡ്രൈറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെൻഡ്രൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഫോം ചെയ്യാന്നാണ്. The dendritic pattern develops where the river channel follows slope of the terrain. Terrainന്റെ slope follow ചെയ്തിട്ട് പോകുന്നതിനാണ്. The stream with its tributaries resembles the branches of a tree, thus the name dendritic. അപ്പം ഒരു ട്രീന്റെ ബ്രാഞ്ചസ് പോലെ അല്ലെ, കുറെ ബ്രാഞ്ചസ് ആയിട്ട് ഒരു ട്രീ ആണെന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഇതിന് കുറെ ബ്രാഞ്ചസ് അല്ലെ, ഇങ്ങനെ കുറെ ബ്രാഞ്ചസ് ഇങ്ങനെ കുറെ ബ്രാഞ്ചസ് ഇങ്ങനെ ഫോം ചെയ്യും അല്ലെ. മരത്തിന് ഒരുപാട് ബ്രാഞ്ചസ് ഫോം ചെയ്യില്ലേ, അതുപോലെയാണ് ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് പോലെ ഫോം ചെയ്യുന്ന ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെൻഡ്രൈറ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, so the stream with its tributaries resembles the branches of a tree, thus the name dendritic. മനസ്സിലായോ dendritic? Okay. A river joined by its tributaries at approximately right angles. മക്കൾ ഇത് ഓരോന്ന് ഓർത്ത് വെക്കണേ. ഡെൻഡ്രൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീന്റെ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത് പോലെ അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ആംഗിൾ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ട്രെല്ലിസ് പാറ്റേൺ എന്ന് പറയുന്നത്. എങ്ങനത്തെയാണ്? റൈറ്റ് ആംഗിൾ ആയിട്ട്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആയിട്ടായിരിക്കും അല്ലെ. ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ഇതിന്റെ ഈ ഒരു പാറ്റേണിൽ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിന്റെ ഇത് വരിക. ഒരു റൈറ്റ് ആംഗിൾ ആയിട്ട് 90 ഡിഗ്രി അല്ലെ, 90 ഡിഗ്രി ആയിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? ഇതിന്റെ ഒരു കോഴ്സ് പോകുന്നുണ്ടാവുക. അങ്ങനത്തെ ഫ്ലോയിനെയാണ് ട്രെല്ലീസ് പാറ്റേൺ എന്ന് പറയുന്നത്. Okay, develops a trellis pattern. A trellis drainage pattern develops where hard and soft rocks exist parallel to each other. അപ്പം ട്രെല്ലിസ് പാറ്റേൺ എവിടെയാ ഫോം ചെയ്യുക? പാരലൽ ആയിട്ട്. ഇത് കുറച്ച് ഹാർഡ് റോക്സ് ഉണ്ട്, ഇവിടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള റോക്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു ട്രെല്ലിസ് പാറ്റേൺ അല്ലെ, ഒരു 90 ഡിഗ്രിയിൽ, അതായത് റെക്ടാങ്കുലാർ അല്ലെ, ഐ മീൻ ദാറ്റ് മീൻസ് റൈറ്റ് ആംഗിൾസിലായിട്ട് ഇതിന്റെ ഒരു സ്ലോപ്പ് വരുന്നതാണ്. അതാണ് ട്രെല്ലിസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡെൻഡ്രൈറ്റിക് പാറ്റേൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ് ട്രെല്ലിസ് പാറ്റേൺ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനിയും ഒരു പാറ്റേൺ ഉണ്ട്, ദാറ്റ് ഈസ് റെക്ടാങ്കുലാർ ഡ്രെയിനേജ് പാറ്റേൺ. അപ്പൊ ഇത് രണ്ടാമത്തെ പാറ്റേൺ ആയിരുന്നു അല്ലെ. ഇത് രണ്ടാമത്തെ, ഫസ്റ്റ് ഡെൻഡ്രൈറ്റിക് പാറ്റേൺ ആയിരുന്നു, രണ്ടാമത്തതാണ് ട്രെല്ലിസ് പാറ്റേൺ, മൂന്നാമത്തതാണ് റെക്ടാങ്കുലാർ ഡ്രെയിനേജ് പാറ്റേൺ. ഈ റെക്ടാങ്കുലാർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുന്നത് ഡെവലപ്സ് ഓൺ എ സ്ട്രോങ്ലി ജോയിന്റഡ് റോക്കി ടെറൈൻ. ഓക്കെ, സ്ട്രോങ്ലി ജോയിന്റ് ചെയ്തിട്ടുള്ള റോക്കി ടെറൈൻ അല്ലെ, നല്ല കട്ടിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോക്കി ടെറൈൻ ഏരിയയിലാണ് ഈ ഒരു റെക്ടാങ്കുലാർ ഡ്രെയിനേജ് പാറ്റേൺ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് ദാറ്റ് ഈസ് ദ റേഡിയൽ പാറ്റേൺ. നാലാമത്തെ ടൈപ്പ് ഏതാണ്? റേഡിയൽ പാറ്റേൺ ആണ്. ദ റേഡിയൽ പാറ്റേൺ ഡെവലപ്സ് വെൻ സ്ട്രീംസ് ഫ്ലോ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് ഫ്രം എ സെൻട്രൽ പീക്ക് ഓർ ഡോം ലൈക്ക് സ്ട്രക്ചർ. ഒരു ഡോം ലൈക്ക് സ്ട്രക്ചറിൽ നിന്നും, ഡോം ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് അല്ലെ, ഡോം ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പാണ് അല്ലെ. അപ്പൊ ഒരു ഡോം ലൈക്ക് സ്ട്രക്ചറിൽ നിന്നും from a central peak or dome-like structure എന്ത് സംഭവിക്കും? സ്ട്രീംസ് ഫ്ലോ ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ആ ഒരു സ്ട്രീം എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനാണ്, ഞാൻ ഇമേജ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു രീതിയിൽ ഫ്ലോ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? റേഡിയൽ പാറ്റേൺ എന്ന് പറയുന്നത്. സോ അതാണ് റേഡിയൽ പാറ്റേൺ എന്ന് പറയുന്നത്. എ കോമ്പിനേഷൻ ഓഫ് സെവറൽ പാറ്റേൺസ് മേ ബി ഫൗണ്ട് ഇൻ ദി സെയിം ഡ്രെയിനേജ് ബേസിൻസ്. അപ്പം ഒരേ ഡ്രെയിനേജ് ബേസിൻസിൽ തന്നെ പല ഈ പറഞ്ഞിരിക്കുന്ന 4 തരത്തിലുള്ള, അതായത് 1, 2, 3, 4 തരത്തിലുള്ള ഡ്രെയിനേജ് ബേസിൻസ് നമുക്ക് സെയിം ഡ്രെയിനേജ് ബേസിൻസിൽ
ഈ ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യാം. ചിലപ്പം ഒന്നിലധികം പാറ്റേൺസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഏതാണ് മക്കളെ? കുറെ ഡെൻഡ്രൈറ്റിക് ആയിട്ടുള്ള അല്ലെ, എന്താ കുറെ ബ്രാഞ്ചസ് അല്ലെ, ട്രീന്റെ ബ്രാഞ്ച് പോലെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഡെൻഡ്രൈറ്റിക് പാറ്റേൺ അല്ലെ. ഡെൻഡ്രൈറ്റിക് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഡെൻഡ്രൈറ്റിക് എന്ന് പറയുന്ന ഇങ്ങനെ കുറെ അവിടെ ഇവിടെ ആയിട്ട് ബ്രാഞ്ച് ഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ട്രെല്ലീസ് ഡ്രെയിനേജ്. ട്രെല്ലീസ് ഡ്രെയിനേജിൽ എന്താ സംഭവിക്കുന്നത് മക്കളെ? പാരലൽ ആയിട്ട് പോകുന്നുണ്ട് അല്ലെ. പാരലൽ ആയിട്ട് ഇങ്ങനെ ഡ്രെയിനേജ് വരുന്നതിനാണ് എന്ത് പറയാ? പാരലൽ ആയിട്ട് ഡ്രെയിനേജ് പോകുന്നതിനാണ് ട്രെല്ലീസ് ഡ്രെയിനേജ് എന്ന്. പാരലൽ അല്ല മക്കളെ, റെക്ടാങ്കുലാർ അല്ലേ ട്രെല്ലീസ്, സോറി, പാരലൽ ആയിട്ട് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രെല്ലീസ് എന്ന് പറയുന്നത് അല്ലെ. നോക്കൂ, the stream with its tributaries resembles the branches of a tree, thus the name dendrites. A river joined by its tributaries right angles develops a trellis pattern. അപ്പം a trellis drainage pattern develops where hard and soft rocks exist parallel to each other. അപ്പം പാരലൽ ആയിട്ട് റൈറ്റ് ആംഗിൾ ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്, ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള റോക്സ് പാരലൽ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ട്രെല്ലീസ് എന്ന് പറയുന്ന ഡ്രെയിനേജ് പാറ്റേൺ ഉണ്ടാവുന്നത്. ഇനി മൂന്നാമത്തെ ഡ്രെയിനേജ് പാറ്റേൺ ആണ് റെക്ടാങ്കുലാർ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അല്ലെ. റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഡ്രെയിനേജ്, അതാണ് ഇവിടെ ഇങ്ങനെ റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ആ ഒരു ഡ്രെയിനേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ടാങ്കുലാർ ഡ്രെയിനേജ്. ഒരു സ്ട്രോങ്ലി ജോയിന്റഡ് റോക്കി ടെറൈനിലാണ് റെക്ടാങ്കുലാർ ഡ്രെയിനേജ് പാറ്റേൺ കാണുന്നത്. ഇനി നാലാമത്തതാണ് റേഡിയൽ ഡ്രെയിനേജ്. റേഡിയൽ ഡ്രെയിനേജ് ഞാൻ പറഞ്ഞു, ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ള സെൻട്രൽ അപ്വിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോം ഷേപ്ഡ് ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? പല ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? എന്താ പറയാ? റേഡിയൽ ഡ്രെയിനേജ്. അപ്പം 4 തരത്തിലുള്ള ഡ്രെയിനേജ് പാറ്റേൺസ് ആണ് ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഫസ്റ്റ് ഡ്രെയിനേജ് ഡെൻഡ്രൈറ്റിക് ഡ്രെയിനേജ്, ട്രെല്ലീസ് ഡ്രെയിനേജ്, റെക്ടാങ്കുലാർ ഡ്രെയിനേജ് ആൻഡ് റേഡിയൽ ഡ്രെയിനേജ്. അപ്പം 4 തരത്തിലുള്ള ഡ്രെയിനേജ് പാറ്റേൺസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ കണ്ടത്? നമ്മൾ ഇന്ത്യയിലുള്ള റിവേഴ്സിനെ കണ്ടു. നമ്മൾ അതിനകത്ത് ഹിമാലയൻ റിവേഴ്സും കണ്ടു, പെനിൻസുലാർ റിവേഴ്സും കണ്ടു. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് പെരിനിയൽ ആണ്, പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത് സീസണൽ ആണ് അല്ലെ. പിന്നെ നമ്മൾ എന്ത് കണ്ടു? എങ്ങനെയാണ് ഡ്രെയിനേജ് പാറ്റേൺ അല്ലെ, ഓരോ 4 തരത്തിലുള്ള ഡ്രെയിനേജ് പാറ്റേൺസ് നമ്മൾ കണ്ടു. ഡെൻഡ്രൈറ്റിക്, ട്രെല്ലീസ്, റെക്ടാങ്കുലാർ ആൻഡ് റേഡിയൽ അല്ലെ. അങ്ങനെ 4 തരത്തിലുള്ള ഡ്രെയിനേജ് പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.